ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസ് ഫെസ്റ്റിവൽ. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റായ ചോക്ലേറ്റ് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഓൾറെഡി പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുട്ടികളുടെ ഫേവറേറ്റായ ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ ചോക്ലേറ്റ് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആഡ് ചെയ്യാമെന്ന്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായി ഒരു കടായി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 2 കപ്പ് നമ്മൾ കടല ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന കടലയിലെ ആ ഒരു പച്ചക്കടലയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 കപ്പോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നോക്കിക്കോളൂ, ആ സ്കിൻസ് എല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് ആ പീനട്ട്സ് എല്ലാം മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് പൾസ് മോഡിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് ക്രഷായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ക്രഷ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഓയിൽ റിലീസ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അത് സ്റ്റെപ്പ് ബൈ തന്നെ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, സെക്കൻഡ് പോർഷൻ അതായത് സെക്കൻഡ് ടൈമിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു പിഞ്ച് നമ്മുടെ സോൾട്ട്, അതായത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് പൾസ് മോഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്ലെൻഡായി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓയിലെല്ലാം റിലീസായിട്ട് ആ മിക്സി കറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ നമുക്ക് പൾസ് മോഡിൽ തന്നെ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. തേർഡ് ടൈമിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത സമയത്ത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കോക്കനട്ട് ഓയിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടറിന്. നോക്കിക്കോളൂ, നമ്മൾ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പരുവത്തിൽ നല്ല ലൂസ് ആ ഒരു ജാം നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പരുവം ആവുമ്പോഴത്തേക്കിന് നമ്മളിവിടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ് റെഡിയാക്കുന്നത്. സോ ഞാനിവിടെ കുറച്ച് ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഡയറി മിൽക്കോ അങ്ങനെ എന്തായാലും യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം പെർഫെക്റ്റ്ലി നമ്മുടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് ഒരു പീനട്ട് ബട്ടറിൻ്റെ ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ് റെഡി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഏതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമോ എന്തിൻ്റെ ഒപ്പമോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈവൻ സ്മൂതി ആയിട്ട് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഒരു സ്പ്രെഡ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 വീക്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടർ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ഫെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.